വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഓണമാണ് കേട്ടോ. ഹാപ്പി ഓണം എവ്രി വൺ. സോ നമ്മളിവിടെ രാവിലെ എണീറ്റ് പൂക്കളത്തിൻ്റെ പരിപാടിയിലാണ്. കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾ പൂക്കളത്തിന് വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അച്ഛനും കൂടിയാണ് കേട്ടോ പൂക്കളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അമ്മ ഇന്നലെ കൂടിയിരുന്നു പൂവിറുക്കാൻ. വൈഷുവിന് വയ്യ കേട്ടോ. വൈഷുവിന് ഭയങ്കര പല്ലുവേദനയായിട്ട് ഇന്നലെ രാത്രി മരുന്ന് കഴിച്ചിട്ടാണ് കിടന്നത്. ആശാൻ ഇപ്പോഴും കിടന്ന് ഉറങ്ങുവാണ്. അപ്പം ഞാനും അച്ഛനും കൂടി ഇവിടെ പൂക്കളത്തിനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പൂക്കളത്തിൻ്റെ കോമ്പറ്റീഷനൊക്കെ നടത്തുമ്പോഴത്തേക്കും പൂക്കളൊക്കെ അരിഞ്ഞാണ് ഇടാറ്, ആ പ്രോപ്പർ ഷേപ്പ് കിട്ടാൻ വേണ്ടി. ഇവിടെ ഞങ്ങൾ ജസ്റ്റ് ഇരുത്താണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രോപ്പർ ഷേപ്പ് ഒന്നും കിട്ടുന്നില്ല എന്ന് ഞാൻ അമ്മേനോട് പറയുമായിരുന്നു. ഞങ്ങൾ പൂക്കളോടുന്ന ക്ഷീണത്തിന് ഒരു സ്മൂത്തി ആവാന്ന് വിചാരിച്ച് അമ്മ സ്മൂത്തി കൊണ്ടു തന്നു. ഇവിടെ ഇപ്പം അമ്മ അച്ഛനും സ്മൂത്തിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ അച്ഛാ? സ്മൂത്തിയാണ് രാവിലെ. ഭയങ്കര ഹെൽത്തി ഡയറ്റിലാണ് അച്ഛനും അമ്മ. ഇനി ഇവിടെ അതിട്ട് കൊടുത്താ പക്ഷെ അത് ആവൂലല്ലേ? പക്ഷെ അത്രയും പോവില്ല. അത്രയും മഞ്ഞയും ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്ത് വന്നപ്പോഴത്തേക്ക് അച്ഛൻ ഇവിടുത്തെ സുഖമായിട്ട് കിടന്നിട്ടൊക്കെയാണ് കേട്ടോ പൂക്കളിടണേ. എന്തൊക്കെയോ കാഴ്ചകളൊക്കെ കണ്ട് ആലോചനയിലൊക്കെ ആയിട്ട് നമ്മളുടെ പൂക്കളം ഫിനിഷായി ഓൾമോസ്റ്റ്. ഇനി പുറത്ത് ബോർഡറൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാനും അച്ഛനും കൂടിയാണ് ഫുള്ളും പൂക്കളം ഡിസൈൻ വരച്ചതും ഫുൾ പൂക്കളം ചെയ്തതും. ഇത് സ്ക്വയർ ഒക്കെയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ സ്ക്വയർ പോലെ വല്ലതും ഉണ്ടോ? എന്തായാലും ഒരു നല്ല പൂക്കളായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓണം മഴ പെയ്യാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇപ്പം നോക്കിയപ്പോഴത്തേക്കും തെളിച്ചു വരുന്നു നല്ലോണം. പെട്ടെന്ന് ദേ കാർമേഘമൊക്കെ വന്ന് മൂടി നല്ലൊരു കിടുക്കാച്ചി മഴ പെയ്യാൻ നിൽക്കുന്നുണ്ടെന്ന് തോന്നണം. അമ്മ ഇവിടെ പായസത്തിന്റെ തിരക്കിലാണ് കേട്ടാ. എന്ത് പായസം അമ്മ? നല്ല മണം, വെരി നൈസ് സ്മെൽ. കിടില്. നല്ല മഴ പെയ്തു കേട്ടോ. ഒന്നും അറിയാണ്ട് ഒരാൾ കിടന്ന് ഉറങ്ങുന്നു നോക്കി. അമ്മ കട്ടക്കലിപ്പാണ് കേട്ടോ. 9 മണിയായിട്ട് എണീറ്റില്ല പറഞ്ഞിട്ട്. ഞങ്ങളുടെ പൂക്കളം എന്താ നോക്കി അഹങ്കാരം. ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല കുഞ്ഞി നീ. രാവിലെ വൈഷുവിൻ്റെ വല്യമ്മ വന്നിട്ടുണ്ടായിട്ടോ. അതായത് അച്ഛൻ്റെ മൂത്ത സിസ്റ്റർ. അച്ഛൻ്റെ സിബ്ലിങ്സൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് നിൽക്കണേ. എല്ലാവരും ഒരേ അടുത്തടുത്ത് തന്നെയാണ്. കുറച്ച് ദൂരം അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വയലും കണ്ടമൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറമാണ് ഇവരൊക്കെ നിൽക്കണേ. സോ ഞങ്ങൾക്ക് വൈകിട്ട് അങ്ങോട്ട് പോകണം, അവരെല്ലാവരെയും കാണാനൊന്ന് ഹായ് ഹലോ ഒക്കെ പറഞ്ഞിട്ട് വരാൻ. വൈഷുവിൻ്റെ കസിൻ ബ്രദേഴ്സും എല്ലാവരും ഉണ്ട് അവിടെ. ഓണം പ്രമാണിച്ച് എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും പോയി അവരെല്ലാവരും ഒന്ന് കണ്ടിട്ട് ഹായ് ഒക്കെ പറയണം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് ഇറങ്ങാം. ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കുളിച്ചിട്ട് റെഡി ആയപ്പോഴത്തേക്ക് ഒരു ഇത്തിരി ലേറ്റ് ആയി പോയി. അപ്പം ഞാൻ അമ്മേനോട് പറയുമായിരുന്നു അമ്മയുടെ ചീത്തവിളി എസ്കേപ്പ് ചെയ്യാൻ ആദരവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആദരവ് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും, അവളും ഒരുങ്ങി ഇറങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യം ലേറ്റ് ആയനേന്ന്. പക്ഷെ ഏറ്റില്ല കേട്ടോ. അമ്മ ഇത്തിരി കലിപ്പില്ലായിരുന്നു. ആദരവ് ഇങ്ങനെയായിരിക്കും, അതുകൊണ്ടാണ് എൻ്റെ സമാധാനം. ചെറുതായിട്ട് കുറച്ച് മുന്നേ, അത്രയേ ഉള്ളൂ, കുറച്ച് മുന്നേ അത്രയ്ക്ക് തരാൻ പറ്റുള്ളൂ. ഞാൻ സെറ്റ് മുണ്ടാണ് കേട്ടോ കൊടുത്തത്. എനിക്ക് ഓണത്തിനൊക്കെ സെറ്റ് സാരീനേക്കാളും സെറ്റ് മുണ്ട് കൊടുക്കുന്നത് തന്നെയാണ് ഇഷ്ടം. വൈഷുവാണ് എനിക്ക് അയൺ ചെയ്യുന്ന തന്നത്. ഞാൻ ലേറ്റ് ആവുന്ന കണ്ടിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോവാണേ. അമ്പലത്തിൽ പോയിട്ട് ഇവിടെ നിങ്ങൾ ഇറങ്ങിക്കോ. ഇത് അമ്പലത്തിലിട്ട പൂക്കളാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ. നടുക്ക ഗണപതിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോഴത്തേക്കും പൂജ നടക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നട തുറക്കാൻ ഇത്തിരി സമയമുള്ളതുകൊണ്ട് ഞാൻ അവിടെ കൂടെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ഈ കുളം എൻ്റെ കണ്ണ് പെട്ടത്. അപ്പം നമുക്ക് ഒരു ഐഡിയ ക്ലിക്കായി, ഒരു ഓണം റീൽ എടുത്താൽ എന്തേന്ന്. അങ്ങനെ ഞാൻ വൈഷുവിനെയും കിട്ടിയിട്ട് കുറച്ച് വീഡിയോ എടുക്കാൻ വന്നതാണ് കേട്ടോ. അങ്ങനത്തെ ഒരു റീലാണിത്.
എന്താണ് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പോവാണ് കേട്ടോ. നട തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അമ്മ നമ്മളെ വിളിച്ചത്. നമുക്ക് പോയി തൊഴുതിട്ട് വരാം. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നല്ല ഉഗ്രൻ ഒരു സദ്യ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇറങ്ങുവാന്നോ? ശരി, നമ്മൾ നമ്മുടെ ഫാമിലി ആൻഡ് ക്ലോസ് ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിട്ട് ഓണം വിഷ് ചെയ്യായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളിതേ നേരെ വീട്ടിലേക്ക് പോന്നു. ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. അങ്ങനെ അമ്മേൻ്റെ കൂടെയും കുറച്ച് ഫോട്ടോസ് എടുത്തു. എല്ലാവരും കൂടെ നിന്നിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ആ ഫോട്ടോസാണിത്. അതിനിടയ്ക്ക് വൈഷു എനിക്ക് കിഡിലിന് ഒരു സർപ്രൈസ് തന്നിരുന്നു കേട്ടോ. അതെന്താണെന്ന് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോഴത്തേക്കും നമ്മൾ ഊണ് കഴിക്കാറായിട്ടുണ്ട്. സദ്യ ചായയും. അപ്പോൾ സദ്യ കഴിക്കാൻ പോവാണ്. ഇപ്പോൾ വിളമ്പാണ്. ഞാനും പോയി വിളമ്പട്ടെ കേട്ടോ. ഇല വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്കുണ്ടായ സദ്യ സ്പെഷ്യല്. കൂട്ടുകറി ഉണ്ട്, അവിയലുണ്ട്, സാമ്പാറുണ്ട്, പരിപ്പ് കറി ഉണ്ട്, പപ്പടം ഉണ്ട്, പിന്നെ നമ്മളുടെ ഓലൻ കാളൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഇരുന്നിട്ടുണ്ട് കഴിക്കാൻ. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നല്ലൊരു കിടിലൊരു സദ്യ കഴിച്ചു. 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. ഒരു പരിപ്പ് പായസം ഉണ്ടായിരുന്നു, ഒരു പാലട ഉണ്ടായിരുന്നു. സോ അതൊക്കെ അകത്താക്കി നല്ല അടിപൊളിയായിട്ട് ഈ ഓണം അങ്ങോട്ട് സദ്യ കഴിച്ച് അവസാനിപ്പിച്ചു. സദ്യ കഴിഞ്ഞ് 2 തരം പായസവും ഞാൻ അകത്താക്കിയിട്ടോ. ആക്രാന്തം കാരണം എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ പായസമൊക്കെ കുടിച്ച് നല്ല കിടിലൊരു ഉറക്കം ഇറങ്ങി. ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് ഞാൻ വൈകിട്ടാണ് കേട്ടോ പൊങ്ങിയത്. ഇവിടെ അച്ഛനും മോനും കൂടി ഒരേ സ്പിരിറ്റിൽ ഇരുന്നിട്ട് നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. Come on boys. നാളെ രാവിലെ നമ്മൾ പോവാണ്. ഇതായിരുന്നു ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന വരാം. അങ്ങനെ പോകാൻ വരട്ടെ. ഞാൻ പിറ്റേന്ന് രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിറ്റേന്ന് രാവിലെ 4:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയിട്ടോ. അങ്ങനെ എല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് നമ്മളിതേ മെല്ലെ പോവാണ്. ഞങ്ങൾ പുലർച്ചെ ഇറങ്ങിയോണ്ട് റോഡിലൊന്നും ആരും ഉണ്ടായില്ല കേട്ടോ. ഞാനാണെങ്കിൽ പേടിച്ച് വരച്ച് സൈഡിലേക്ക് നോക്കിയപ്പോഴത്തേക്കും ആശാനോടെ പേടിച്ച് വരച്ചാണ് വണ്ടി ഓടിക്കുന്നുണ്ടായത്. ഞങ്ങൾ പിന്നെ ഒരു 7 മണിക്കൂറിൽ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.